ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു പാവയ്ക്ക തോരൻ തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാവയ്ക്ക നന്നായി കൊത്തിയരിഞ്ഞ് വെക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയരിയണം. അതിന് പിന്നെ ആവശ്യമായിട്ടുള്ള സാധനം സവോളയാണ്. ഒരു 1.5 മുറി സവോള നന്നായിട്ട് കൊത്തിപ്പൊടിച്ച്, ഒരു 3-4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില. ഇനി അതിലേക്ക് ആവശ്യമായത് തേങ്ങയാണ്. നമുക്കൊരു അരക്കപ്പ് തേങ്ങയും കൂടെ എടുത്ത് വെക്കുക. അങ്ങനെ തീ കത്തിച്ച് നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് വെക്കാം. ചീനിച്ചട്ടി ഇപ്പം ഏകദേശം ചൂടായി വരുമ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഏകദേശം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇനി ഓരോന്നായിട്ട് എടുക്കാം. കൊത്തിപ്പൊടിച്ച നമ്മുടെ ആ പാവയ്ക്കയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കൊത്തിപ്പൊടിച്ച സവോളയും നന്നായിട്ട് കൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങ, അതിലേക്ക് നമ്മളിനി കുറച്ച് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് അവയെല്ലാം കൂടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ഉപ്പൊക്കെ പിടിക്കുന്നതിന് ശേഷം നന്നായിട്ട് ഞെരടിയതിന് ശേഷം അത് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മളത് അതെല്ലാം കൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാവയ്ക്കായ്ക്ക് വെള്ളം നമ്മളൊട്ടും ഒഴിക്കത്തില്ല. ചെറുതീയിൽ അത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിന് ഏകദേശം എന്നിട്ട് ഒരു അടപ്പിട്ട് നമുക്ക് അടച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് നമ്മൾ അടപ്പ് തുറന്ന് ഇപ്പോൾ ഏകദേശം ആ പാവയ്ക്കയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടൊന്നും ഒന്നും കൂടെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് പൊത്തി അടച്ച് വെക്കേണ്ടതാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ആ വെള്ളം പാവയ്ക്കയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം എല്ലാം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. പാവയ്ക്ക നല്ലതായിട്ട് വെന്ത് പാവയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.